ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കോമഡി രംഗങ്ങളും അതെല്ലാം വളരെ നല്ലൊരു സിനിമയാണ്. ഒരു വർത്ത് വാച്ചാണ്. വൺ ടൈം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിനിമയിലുണ്ട്. കൊള്ളാം, ഭയങ്കര കളർഫുള്ളാണ് സിനിമ, മൊത്തം കളർഫുള്ള് ഫാൻറ്റസി കോമഡി ഹൊറർ മൂവി. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ നിന്നും ഒരു ഹൊറർ കോമഡി ഫാൻറ്റസി മൂവി റിലീസിനെത്തുന്നു. ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മി നായകരായി എത്തുന്ന ഹലോ മമ്മി. അപ്പോൾ നമ്മുടെ ഫാലിമിയുടെ റൈറ്ററൊക്കെയാണ് ഈ ഒരു സിനിമ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹലോ മമ്മി കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ ഹലോ മമ്മി റിവ്യൂ. ഒരു വെറൈറ്റി ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡിയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ഫിലിമായിരുന്നു. ഫാൻറ്റസി ആണോ സ്റ്റോറിയൊക്കെ? മമ്മി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഫാമിലി മൂവിയാണ്, ഒരു ഫാൻറ്റസി കോമഡി ഹൊറർ മൂവി. അത് അവരുടെ അറ്റംപ്റ്റ് കൊള്ളാം, കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഭയങ്കര കളർഫുള്ളാണ് പടം. മലയാളത്തിൽ ഹൊറർ കോമഡി ഫാൻറ്റസി മൂവി കുറവാണ്. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കോമഡി മൊമെന്റ്സ് ഒന്നും ഇല്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. ജോണി ആൻ്റണിയുടെ കോമഡിയും അവരുടെ കാര്യങ്ങളും ഷറഫുദ്ദീൻ എല്ലാവരും അവർ വർക്കൗട്ട് ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. വില്ലൻ്റെ റോളുകളൊക്കെ ആയാലും അടിപൊളിയാണ്. ഒരു ഫാൻറ്റസി അവർ ഉദ്ദേശിക്കുന്നത്, അത് കോമഡി കൂടെ ആയിട്ട് കലർത്തിയുള്ള ഒരു പരിപാടി. നല്ല ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടും. ഫാമിലീസിന് വൺ ടൈം വാച്ചബിളാണ്, എല്ലാവർക്കും വൺ ടൈം വാച്ചബിളാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കാം. ഒരു ഹൊറർ കോമഡി മലയാളത്തിൽ അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. അപ്പം കൊള്ളാം, അറ്റംപ്റ്റ് കൊള്ളാം. പിന്നെ എല്ലാ കോമഡികളും വർക്ക് ആയിട്ടില്ല. കുറെ കോമഡികളാണെന്ന് കാണിക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നുണ്ടെങ്കിലും ചിലതൊക്കെ നല്ല വർക്കായിട്ടുണ്ട്, ചിലതൊക്കെ നോർമൽ കേട്ടിരുന്ന് മറന്നുപോകും. ക്ലൈമാക്സ് ഒക്കെ ഒരു ഫാന്റസി വില്ലൻ വന്നത് ആ ഒരു ക്യാരക്ടറൊക്കെ കൊള്ളായിരുന്നു. ആക്ട് ചെയ്തേക്കുന്ന ആളും അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട് വില്ലൻ. പിന്നെ ബിന്ദു പണിക്കരുടെ റോളും കൊള്ളാം. ആ ഒരു ഹ്യൂമർ സൈഡൊക്കെ കുറച്ച് വർക്കായിട്ടുണ്ട്. മേക്കിംഗ് വൈസ് കുറെ ഫ്രെയിമുകളും കുറെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, ഭയങ്കര കളർഫുള്ളാണ് സിനിമ, മൊത്തം കളർഫുള്ള് ആണ്. പിന്നെ കുറെ സീനുകളും ഫ്രെയിമുകളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുമല്ലേ? ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരു വട്ടം കാണാം. പിന്നെ കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സീനും അങ്ങനെ മനസ്സിലൊന്നും ഓർമ്മയൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയ കോമഡി സീനുകളും മനസ്സിലങ്ങനെ നിൽക്കുന്നില്ല. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ കൊള്ളാം, അറ്റംപ്റ്റ് ആണ്, കൊള്ളാം. ഒരു വട്ടം കണ്ട് മറക്കാം. ടോട്ടലി ഹലോ മമ്മി ബ്രോ കുഴപ്പമില്ല ബ്രോ, ഒരു വർത്ത് വാച്ചാണ്. വൺ ടൈം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിനിമയിലുണ്ട്. പിന്നെ സിനിമയിൽ കോമഡീസ് കാര്യങ്ങളൊക്കെ ഇത് ഓൾമോസ്റ്റ് വർക്കാണ്. പക്ഷെ എന്ന് വെച്ചാൽ വലിയ പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു വട്ടം കണ്ടിരിക്കാനുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. പിന്നെ ജോമോൻ ജ്യോതിറിൻ്റെ കോമഡി സീൻസൊക്കെ എടുത്ത് പറയേണ്ടതാണ്. കിടിലുമായിട്ട് അതൊക്കെ തിയേറ്ററിൽ വർക്കൗട്ടായി, എല്ലാവരും നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്ത്. പിന്നെ സിനിമയിൽ ഒരു വെറൈറ്റി അറ്റംപ്റ്റാണ് അവർ നടത്തിയേക്കുന്നത്. എങ്കിലും നമുക്കത് അവർ എത്രമാത്രം വിജയിച്ചു എന്ന് വെച്ചാൽ ആ ഒരു ബഡ്ജറ്റിൽ നോക്കുമ്പം ഓൾമോസ്റ്റ് നമ്മൾ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു വലിയൊരു ഒരു ഹൊറർ എലമെന്റ് ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിരാശപ്പെടുത്തില്ല. ഹലോ മമ്മി ഒരു ഗുഡ് മൂവി, നല്ല നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം കോമഡിയും വെച്ചാൽ ഫൺ കോമഡി എന്ന് വെച്ചാൽ ലൈക്ക് രോമാഞ്ചമൊക്കെ ഇറങ്ങിയ പോലത്തെ ഒരു ഫൺ കോമഡി ഹൊറർ മൂഡാണ്. എന്ന് പറഞ്ഞാൽ ജംസ്കേഴ്സ് പോലെ പേടിപ്പിക്കുന്ന രംഗങ്ങളോ അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കോമഡി രംഗങ്ങളും അതെല്ലാം വളരെ നല്ലൊരു സിനിമയാണ്. എങ്ങനെ ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? അതന്നെ, ഇത് ഹൊറർ എന്ന് പറയുന്നത് തന്നെ ഫാൻറ്റസി ആണല്ലോ. പിന്നെ എടുത്തു പറയണമെന്ന് വെച്ചാൽ ഷറഫുദ്ദീൻ ഓക്കെ, ഐശ്വര്യലക്ഷ്മി ഓക്കെ, പക്ഷേ ജോമോൻ ജ്യോതിൻ്റെ കോമഡിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു, കൊള്ളാം. പിന്നെ വൺ ടൈം വാച്ചബിളല്ല, കണ്ടിരിക്കാം. എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടും വന്ന് കണ്ടിരുന്നാൽ നഷ്ടമൊന്നും വരത്തില്ല. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ആ ഒരു മേക്കിംഗ് എല്ലാം കൂടെ തിയേറ്ററിൽ കണ്ടാൽ ആ ഒരു സൗണ്ട് എഫക്ട്സ് എല്ലാം വെച്ച് കണ്ടിരിക്കാൻ പറ്റും. ഒരു നാച്ചുറൽ പടമല്ല, ഒരു കോമഡി ഫാൻറ്റസി മൂവി കാണാൻ പറ്റുന്നൊരു വന്നാലും ഇഷ്ടപ്പെടും ആൾക്കാർക്ക്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അല്ല വലിയൊരു സംഭവം എന്ന് പറയാനൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാം. നമ്മൾ മലയാളത്തിൽ അധികം വരാത്തൊരു ജോണർ. അതെ, മലയാളത്തിൽ അധികം വരാത്തതാണ്, കണ്ടോണ്ടിരിക്കുക. മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് വൈസ് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഡിഫറെന്റ് ആയിട്ട് ഇതുവരെ എടുത്തിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമഡിയാണോ മെയിൻ? ത്രൂ ഔട്ട് ഒരു കോമഡിയാണോ? കോമഡിയാണ്, നല്ല സിനിമ.